ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസ് പാർട്ട് 1 ഹിസ്റ്ററി ഭാഗത്തു നിന്നുള്ള 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മളിന്ന് 5ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ഹിസ്റ്ററി പാർട്ടിൽ നിന്നുള്ള ആദ്യത്തെ ആ ഒരു പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് തീരുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുജന ആരോഗ്യം ബില്ല് സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാമെന്നൊരു ചെറിയ പാരഗ്രാഫ് ഇവിടെ ഒരു ന്യൂസാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് അതെന്ന് ആദ്യം നോക്കി പോകാം. പൊതുജനാരോഗ്യ ബിൽ സെലക്ട് കമ്മിറ്റി അഭിപ്രായങ്ങൾ നൽകാം. കോട്ടയം കേരള പൊതുജനാരോഗ്യ ബില്ലിൻ്റെ നിയമസഭാ സെലക്ട് കമ്മിറ്റി സെപ്റ്റംബർ 24 രാവിലെ 10:30 കോട്ടയം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. യോഗത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. ബില്ലും ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച ചോദ്യാവലിയും www.niyamaSabha.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖാമൂലമോ legislation@niyamaSabha nic.in എന്ന ഇമെയിൽ വിലാസത്തിലോ നൽകാം. അപ്പോൾ ഇത് ഒരു ന്യൂസാണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പൊതുജന ആരോഗ്യ ബില്ലുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ, ജനപ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിനായി നൽകിയിരിക്കുന്ന വാർത്താക്കുറിപ്പാണ് നമ്മളിവിടെ മുകളിൽ വിവരിച്ചത്. ജനാധിപത്യക്രമത്തിൽ സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ജനാധിപത്യ ക്രമമാണ്, നമ്മളുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ജനാധിപത്യ ക്രമത്തിൽ സർക്കാരിൻ്റെ ജോലി എന്താ? സർക്കാരുകൾ നയരൂപീകരണത്തിൻ്റെ ഭാഗമായി ഇതുപോലുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുക. അപ്പോൾ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിൽ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊണ്ട് എന്നിട്ടാണ് അവർ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി അതുപോലെ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താ ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്? വഴിവിളക്ക് പലപ്പോഴും കത്താറേ ഇല്ല, ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ഗ്രാമസഭയോ അല്ലെങ്കിൽ വാർഡ് സഭയോ എന്തെങ്കിലും ഒന്നാകാം. ഒരു പ്രദേശത്തെ ജനങ്ങൾ ഒത്തുകൂടുന്ന പ്രാദേശിക സമിതിയായ ഗ്രാമസഭ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ വാർഡ് സഭയുടെ ചിത്രമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ജനങ്ങളെ ബാധിക്കുന്ന വികസന പ്രശ്നങ്ങൾ, മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പരിസ്ഥിതി മലിനീകരണം, കുടിവെള്ള പ്രശ്നം തുടങ്ങിയവ അവയുടെ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വാർഡ് സഭയിൽ അല്ലെങ്കിൽ ഗ്രാമസഭയിലൊക്കെ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് പോയവർക്ക് അറിയാം. എന്തൊക്കെയാണ് കുടിവെള്ള പ്രശ്നം, അല്ലെങ്കിൽ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ദാരിദ്ര്യപരമായിട്ടുള്ള ആളുകളുടെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ കാർഷിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ചർച്ച ചെയ്യുന്നൊരു സ്ഥലമാണ് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ എന്ന് പറയുന്നത്. ഗ്രാമസഭ വാർഡ് സഭയിൽ കൂടിയിരിക്കുന്നവരുടെ പൊതു അഭിപ്രായം പരിഗണിച്ചാണ് ഇത്തരം പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? അവിടെ കൂടിയിരിക്കുന്ന ആ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നു. അങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് തീരുമാനമെടുക്കുന്നത്. വിദ്യാലയത്തിലെ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംഘാടകർ നിങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടാറില്ലേ? എങ്ങനെയെല്ലാം ആണ് നിങ്ങൾ അഭിപ്രായം അറിയിക്കാറുള്ളത്? അപ്പോൾ എങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്? സ്കൂൾ പാർലമെൻറ്റ് വഴി അഭിപ്രായങ്ങൾ അറിയിക്കാം. സംഘാടക സമിതി യോഗങ്ങളിൽ പങ്കെടുക്കുന്ന ക്ലാസ് പ്രതിനിധികൾ വഴി അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട അതിനുള്ള ചുമതലയുള്ള അധ്യാപക സംഘങ്ങളുണ്ടായിരിക്കും, അവരുമായിട്ട് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. അങ്ങനെ നമ്മൾ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന വിവിധ മാർഗങ്ങൾ രേഖപ്പെടുത്തിയല്ലോ എന്നാണ് പറയുന്നത്. ഇനി പഠന ആരംഭത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത പൊതുജന ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നിരുന്ന ഒരു പാരഗ്രാഫ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പൊതുജന ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ തന്നത്.
ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തിലൂടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിലൂടെയും താല്പര്യങ്ങളിലൂടെയും അതുപോലെ അഭിലാഷങ്ങളിലൂടെയുമാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കുന്നത്. പൊതുജന ആരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ നമ്മുടെ പൊതുജന ആരോഗ്യം എന്താണ്? പൊതുജനത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിന് പൊതുജന ആരോഗ്യം എന്ന് തന്നെ പേര് വന്നിരിക്കുന്നത്. ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ജോലി ഇതിൽ എന്താണ്? പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുക, അതാണ് സർക്കാരിൻ്റെ ജോലി. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. അപ്പോൾ പൊതുവിഷയങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നു? അതിന്മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം. അപ്പോൾ ഇതിൽ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായം പറയുന്നു. അതിനെയാണ് നമ്മൾ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒന്നുകിൽ ഇത് ഒരു വിഷയത്തിൽ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായമോ ആകാം. പൊതുജന അഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടും. അപ്പം നമ്മുടെ സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? പൊതുജനാഭിപ്രായങ്ങളിലൂടെ ശാക്തീകരിക്കപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തും. അവരുടെ അഭിപ്രായങ്ങളിലെ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും എന്ത് ചെയ്യുന്നു? പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കും. അങ്ങനെയാണ് സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള ഒരു പൗരസമൂഹം രൂപപ്പെടുന്നത്. ഇനി എന്താണ് പൗരസമൂഹം അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു. പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ, സംഘങ്ങൾ, വ്യക്തികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം. അപ്പോൾ പൗരസമൂഹം എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെയുണ്ട്? പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്, അവിടെ സംഘങ്ങളുണ്ട്, വ്യക്തികൾ, ഇവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയമാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിക്കാം. ആരൊക്കെയാണ് ഈ പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത്? സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകളും അതുപോലെ പ്രവർത്തനങ്ങളും ഒക്കെ വൈവിധ്യമാർന്നതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ, ആ ഒരു സമൂഹത്തിൽ ഉൾപ്പെടുന്നവരാണ് പൗരസമൂഹം എന്ന് പറയുന്നത്. പ്രദേശത്തെ യാത്രാ സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെയും കൂട്ടുകാരുടെയും അഭിപ്രായങ്ങൾ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് സാമൂഹ്യശാസ്ത്ര ക്ലബ്ബിൽ അവതരിപ്പിക്കാനായിട്ട് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. അത് കുട്ടികൾക്കുള്ള വർക്കാണ് കേട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുജന അഭിപ്രായത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും രാഷ്ട്രീയ തലത്തിലുമെല്ലാം പൊതുജന അഭിപ്രായത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്വമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജന അഭിപ്രായം രൂപം കൊള്ളുന്നത്. അപ്പോൾ ഈ പൊതുജന അഭിപ്രായം രൂപം കൊള്ളുന്നത് എപ്പോഴാണ്? നമ്മുടെ സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്വമുള്ള പൗരർ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ അവർ ഉൾപ്പെടുത്തുന്നു. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പൊതുജന അഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജന അഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ഇപ്പോൾ പൊതുജനാഭിപ്രായം എന്ന് പറയുമ്പോൾ അതെന്താണ്? സർക്കാരിന് മേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് എന്തെന്ന് പറയുന്നത്? പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്.
ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ ഈ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നായി പൊതുജനാഭിപ്രായത്തെ പരിഗണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്ന് ഏത്? താഴെ പറയുന്നതിൽ ഏതാണ്? അപ്പോൾ അതെന്താ നമുക്ക് പറയാം, പൊതുജനാഭിപ്രായം. അങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിരിക്കും. അപ്പോൾ എന്താണ്, ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായിട്ട് എന്താണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്, അത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ്. അതുപോലെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നത് എന്തിനെയാണ്? ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്ന സംവാദങ്ങളെ പൊതുജനാഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം എന്താണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്, സർക്കാരിന് മേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ് പൊതുജനാഭിപ്രായം. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിലിവിടെ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്, പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായത്തിൻ്റെ പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. ഒന്നാമത്തേത്, പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല, എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതമുണ്ടാക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്, ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല, പക്ഷേ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. അതാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതാണ്. അപ്പം അത് കറക്റ്റാണല്ലേ, സാഹചര്യം അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറുന്നു, സമയം അനുസരിച്ച് മാറുന്നു, പുതിയ അറിവുകൾക്കനുസരിച്ചും പൊതുജനാഭിപ്രായം മാറിക്കൊണ്ടിരിക്കുന്നു. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. അപ്പോൾ പൊതുജനാഭിപ്രായം എന്തൊക്കെയാണ്, രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല പൊതുജനാഭിപ്രായം ബന്ധപ്പെട്ട് കിടക്കുന്നത്, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെടാറുണ്ട്, പൊതുജനാഭിപ്രായം രൂപപ്പെടാറുണ്ട്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ പൊതുജനാഭിപ്രായ പ്രകടനത്തിന് എന്ത് വേണ്ട, നിശ്ചിത ഭൂപ്രദേശ പരിധി എന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏത് പ്രദേശത്ത് നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു ഭൂപ്രദേശമോ അല്ലെങ്കിൽ ഒരു പരിധിയോ ഒന്നുമില്ല. എന്തിനാണ് ഒരാൾക്ക് അയാളുടെ പൊതുജന അഭിപ്രായം പ്രകടിപ്പിക്കുവാൻ? അതുകൊണ്ട് ഏത് പ്രദേശത്ത് നിന്ന് വേണമെങ്കിലും അയാൾക്ക് അയാളുടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പുറത്തു കൊണ്ടുവരാം, അല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാം. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. അപ്പോൾ പൊതുജനാഭിപ്രായത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ജനാധിപത്യപരമായ ആശയം ഉറപ്പാക്കുന്നു എന്നത്. ഇനി പൊതുജനാഭിപ്രായത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. എന്താണ്, വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളുടെ പ്രതിഫലനം നമുക്കെടുത്ത് പറയാം. ജനാധിപത്യപരമായ ആശയവിനിമയം അതിലൂടെ പറയാൻ കഴിയും. പിന്നെന്താണ്, നിശ്ചിത ഭൂപ്രദേശ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്കവിടെ പറയാൻ കഴിയും. അതുപോലെ രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമല്ല സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്കെടുത്ത് പറയാൻ സാധിക്കും. ഇനി പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായമാണ് പൊതുജനാഭിപ്രായമെന്ന് നാം കണ്ടല്ലോ. വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ ഉണ്ടാവും? എന്തൊക്കെയാണ് വരുന്നത്? വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാടവം, അതുപോലെ വിദ്യാഭ്യാസം. ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്തിനെ സ്വാധീനിക്കുന്നതാണ്? പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യതയുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയ അല്ല.
എപ്പോഴാണോ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ന്യൂസ് അപ്ഡേറ്റൊക്കെ കാണുന്നവരും കേൾക്കുന്നവരുമാണെങ്കിൽ അവർക്കറിയാൻ പറ്റുമല്ലേ, ഇന്നും രാത്രിയാകുമ്പോൾ ആ ചാനൽ ചർച്ച ഉണ്ടാകും അന്നത്തെ ഡെയിലി ന്യൂസിനെ കുറിച്ചിട്ട് ഒരു സംവാദം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പൊതുജന അഭിപ്രായ രൂപീകരണം എന്നത് നമുക്ക് പറയാം യാന്ത്രികമായതോ കൃത്യതയുള്ളതയോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല. അപ്പോഴ് വരുന്നു, അപ്പോഴത് എന്ത് ചെയ്യുന്നു, പ്രകടിപ്പിക്കുന്നു. അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഒരു പൊതു പ്രശ്നം ഉയർന്നു വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുകയും അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു 5-6 പേരിൽ ഒരു ചർച്ച ചെയ്യുന്നു, അതിൽ ഒരാൾ പറയുന്ന കാര്യം എല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഉയർന്നു വരുന്ന അങ്ങനെ ഒരു വലിയ സ്വീകാര്യത ആ ഒരു അഭിപ്രായത്തിന് ലഭിക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊതു അഭിപ്രായം എന്ന് പറയുന്നത്. ഇങ്ങനെ ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയയിലൂടെയാണ് പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത്. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഔപചാരികവും അനൗപചാരികവുമായ പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പൊതുജനാഭിപ്രായം രൂപപ്പെടുന്നത് എന്ന് പറയാം. പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും പൊതുജനാഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഇത് ഇത്രയും പറയാൻ പറ്റും. ഏതൊക്കെയാണ്? സമപ്രായ സംഘങ്ങൾ, മാധ്യമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സംഘടനകൾ, അഭിപ്രായ വോട്ടെടുപ്പ്, കലയും സാഹിത്യവും ഇവയെല്ലാം എന്ത് ചെയ്യുന്നു, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. ഇനി അതിൽ ഒന്നാമത്തേത് നമ്മൾ പറയുന്നത് കുടുംബം. ഒരു കുടുംബത്തിലെ സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ചൂട് കൂടി വരികയാണല്ലോ. ആഗോള താപനത്തെക്കുറിച്ച് പത്രവാർത്തയുണ്ടായിരുന്നു. ചൂട് കുറയ്ക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചും നമുക്ക് ചൂടിൻ്റെ തീവ്രത കുറയ്ക്കാം. അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം. അപ്പോൾ ഇതാണ് കുടുംബത്തിലെ ഒരു ചർച്ചയാണ് നമ്മൾ കണ്ടത്. രക്ഷിതാക്കളുമായി ഇത്തരത്തിലുള്ള ചർച്ചകളിൽ നിങ്ങൾ പങ്കാളികളാകാറുണ്ടല്ലോ. ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. എന്തൊക്കെയാണ്? കുടുംബങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ധാരണകൾ, ഇവയൊക്കെയാണ് അങ്ങനെ കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിവിധങ്ങളായ വിഷയങ്ങളിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. അപ്പോൾ വിവിധ വിഷയങ്ങളിലുള്ള ഒരു കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിലെ പ്രഥമ സ്വാധീനം ആർക്ക് തന്നെയാണ്? കുടുംബമെന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. അപ്പം ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ഇതെന്ന് പറയുന്നത്, കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏതൊക്കെയാണ് വിഷയമായി വരുന്നത്? ആ കുടുംബ ചർച്ചകളിൽ രാഷ്ട്രീയമുണ്ട്, വിശ്വാസമുണ്ട്, മതമുണ്ട്, സാഹിത്യം, ഇവയെല്ലാം വിഷയമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധങ്ങളായ വിഷയത്തിലുള്ള കുട്ടിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം ഏത് സാമൂഹ്യ സ്ഥാപനത്തിനാണെന്ന് ചോദിച്ചാൽ അത് കുടുംബത്തിനാണ്.
ഇനി രണ്ടാമത്തേത് നമ്മൾ പറയുന്നത് പൊതുജന അഭിപ്രായ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം കുടുംബങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി. പൊതുജന അഭിപ്രായത്തിൻ്റെ അല്ലെങ്കിൽ പൊതുജന അഭിപ്രായ രൂപീകരണത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കുടുംബത്തിൽ നിന്നാണ്. ഇനി രണ്ടാമത്തത് എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഥവാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അധ്യാപികയും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഏത് വിഷയത്തിന്മേലുള്ള ചർച്ചയാണിതെന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നോക്കാം. മക്കളെ, നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ടോ? അപ്പോൾ ഒരു ടീച്ചർ കുട്ടികളോട് ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, വേനൽക്കാലത്ത് അനുഭവപ്പെടാറുണ്ട് ടീച്ചർ. മഴവെള്ളം സംഭരിക്കുന്നത് ഇതിനൊരു പരിഹാരമല്ലേ? അങ്ങനെയെങ്കിൽ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നമുക്കൊരു സെമിനാർ സംഘടിപ്പിച്ചാലോ ടീച്ചർ? അങ്ങനെ വിവിധ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ അറിവ് രൂപപ്പെടുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള പങ്കാണ് നമ്മളിവിടെ പറയുന്നത്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാം ഉള്ള അറിവും നൈപുണിയുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. അപ്പോൾ ഒരു കുട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ആർജിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം. അവിടെ എന്തൊക്കെയാണ്? ഒരു കുട്ടിക്ക് വേണ്ട അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലുള്ള അറിവും നൈപുണിയുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് എവിടെ നിന്നാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. അപ്പോൾ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും ഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കും. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികളിൽ രൂപപ്പെടുത്തുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉള്ള പങ്കാണ് നമ്മൾ പറയുന്നത്. സ്കൂൾ, പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. അപ്പോൾ കുട്ടികൾക്ക് ഏതിലൂടെയൊക്കെയാണ് പരിശീലനം കൂടുതലായിട്ട് ലഭിക്കുന്നത്? കലാകായിക മേളകൾ, അതുപോലെ സ്കൂൾ, പാർലമെൻറ്റ്, ക്ലബ്ബ് പ്രവർത്തനം തുടങ്ങിയ നിരവധി വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു? ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. ഇത്തരം അവസരങ്ങൾ കുട്ടികൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഒരുക്കുകയും അതുവഴി അവർ പൊതുജന അഭിപ്രായ പ്രകടനത്തിനുള്ള നൈപുണി ആർജിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത മൂന്നാമത്തെ ഘടകം എന്താണ്? സമപ്രായ സംഘങ്ങൾ അഥവാ പിയർ ഗ്രൂപ്പ്സ് പറയും. അപ്പോൾ അവിടെയും ഒരു കുട്ടികളെല്ലാം കൂടി ചേർന്ന അവരുടെ ഒരു സമപ്രായ സംഘങ്ങൾ അവരെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒരു ചിത്രം. നമ്മളുടെ സ്കൂൾ ചുറ്റുമതിലിനടുത്തുള്ള മാലിന്യ കൂമ്പാരം നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങളും ശ്രദ്ധിച്ചു. ആരാണാവോ ഇതിന് പിന്നിൽ? ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്കെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അസംബ്ലിയിൽ നമുക്കൊരു റോൾ പ്ലേ അവതരിപ്പിച്ചാലോ? സ്കൂളിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇത് സംബന്ധിച്ച് ഒരു സ്കിറ്റ് അവതരിപ്പിക്കണം. അപ്പോൾ കുട്ടികൾ തമ്മിലുള്ള ഒരു ചർച്ചയാണ് അവിടെ തന്നിട്ടുള്ളത്. സമപ്രായ സംഘങ്ങൾക്കിടയിലെ സംവാദങ്ങൾ, ചർച്ചകൾ തുടങ്ങിയവ പൊതുജന അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. വ്യക്തിത്വം, മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾ ഏതാണ്ട് പൊതു സ്വഭാവം പുലർത്തുന്നു. അപ്പോൾ ഏതൊക്കെയാണ്? വ്യക്തിത്വം, അതുപോലെ മനോഭാവം, പെരുമാറ്റം തുടങ്ങിയവയിൽ സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് എന്തുണ്ട്? ഏതാണ്ട് പൊതു സ്വഭാവം, എല്ലാവർക്കും ഒരേ സ്വഭാവമാണുള്ളത്. അതിൽ ഇവർ ചില പൊതുവായ സവിശേഷതകൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. സർക്കാർ നയങ്ങളോടുള്ള സമീപനം, വിവിധ വിഷയങ്ങളിൽ പുലർത്തുന്ന മനോഭാവം, രാഷ്ട്രീയ പാർട്ടികളോടുള്ള സമീപനം എന്നിവയിലെല്ലാം സമപ്രായ സംഘങ്ങളിലെ അംഗങ്ങൾക്ക് പരസ്പരം സ്വാധീനിക്കാൻ കഴിയും. ആ നിലയ്ക്ക് പൊതു അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും നിലവിലുള്ളവയെ തിരുത്താനും ശരിയായ അഭിപ്രായങ്ങളിലേക്ക് എത്താനും സമപ്രായ സംഘങ്ങളിലെ ചർച്ചകൾ സഹായകമാണ്.
ഇങ്ങനെ സമപ്രായ സംഘങ്ങളിലെ സംവാദങ്ങളും ചർച്ചകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഈ സമപ്രായ സംഘങ്ങളിലെ അവരുടെ ചർച്ചകൾ, അഭിപ്രായങ്ങൾ, ഇതെല്ലാം മായി ബന്ധപ്പെട്ടതാണ്? പൊതുജനാഭിപ്രായ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ എന്താണ് സമപ്രായ സംഘങ്ങൾ എന്നിവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. സമാനമായ പ്രായവും ഒരേ താല്പര്യങ്ങളും ലക്ഷ്യവുമുള്ള സംഘങ്ങളാണ് സമപ്രായ സംഘങ്ങൾ. സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം സമാനത പുലർത്താറുണ്ട്. അപ്പോൾ ഇതാണ് സമപ്രായ സംഘങ്ങൾ. ആ പേര് പോലെ തന്നെ എന്താണ്? എല്ലാത്തിലും അവർ സമാനത പുലർത്താറുണ്ട്. ഇനി അടുത്ത് വരുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയാസ്. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ സുപ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അതിൽ പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് കഴിയുന്നു. അപ്പോൾ മാധ്യമങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം, ഏത് കാര്യമെടുത്താലും അത് മാധ്യമവുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഈ മാധ്യമങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള ഒരു പങ്കാണുള്ളത്. അത് നമുക്കിപ്പോൾ അച്ചടി മാധ്യമങ്ങൾ, ന്യൂസ് പേപ്പർ അങ്ങനെ തുടങ്ങിയ അച്ചടി മാധ്യമങ്ങളായാലും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളുണ്ടല്ലോ, അതിലൂടെയായാലും ഇനി ഡിജിറ്റൽ മീഡിയ ഉണ്ടല്ലോ, അതുപോലെ സോഷ്യൽ മീഡിയ, സാമൂഹ്യ മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും അതിലൂടെയുള്ള പരസ്യ പരിപാടികളും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇത് പൊതുജനാഭിപ്രായ രൂപീകരണത്തിനുള്ള ഒരു പ്രധാന ഘടകമാണ്. ഇനി അതിൽ വരുന്നത് തന്നെയാണ് ഏതൊക്കെയാണ്? ഈ മാധ്യമങ്ങളിൽ വരുന്ന ഒന്നാമത്തേത് പത്രങ്ങൾ അഥവാ ന്യൂസ് പേപ്പറുകൾ. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്കാണ് പത്രങ്ങൾക്കുള്ളത്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിൽ എത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണുള്ളത്. അപ്പോൾ പത്രങ്ങളുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത്. പത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വാർത്ത ജനങ്ങൾക്കുള്ളിലെത്തിക്കുന്നു. ജനാധിപത്യ പ്രക്രിയയെ അത് ശക്തമാക്കാൻ ഈ പത്രങ്ങളിലൂടെ കഴിയുന്നു. ഇതൊക്കെ എന്തിൻ്റെ? പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യ സ്ഥാനമാണുള്ളതെന്ന് നമുക്ക് പറയാം. പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായം ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് അടുത്ത ഒരു ഭാഗത്തോട്ട് പോകാം. പത്രപ്രവർത്തനത്തിൻ്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന് ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഞാൻ മനസ്സിലാക്കി. പത്രങ്ങൾ വലിയൊരു ശക്തിയാണ്. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ. നിയന്ത്രണം പുറത്തു നിന്നാണെങ്കിൽ അത് നിയന്ത്രണരാഹിത്യത്തേക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തിലെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും? വിജയിക്കാത്തവയെ നിർത്തലാക്കാൻ ആർക്ക് കഴിയും? രണ്ടിൻ്റെയും നന്മതിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഇല്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യന് ഇതിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടതായും വരും. അപ്പോൾ മഹാത്മാഗാന്ധി, പത്രധർമ്മത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആ ഒരു കൃതിയിലൂടെ മഹാത്മാഗാന്ധി പറഞ്ഞതാണ് നമ്മളിവിടെ വായിച്ചത്. പത്രങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് നമ്മൾ വായിച്ചത്. പൊതുജന അഭിപ്രായം രൂപീകരിക്കുന്നതിൽ മാത്രമല്ല, അവയെ മാറ്റിമറിക്കാനും ചില താല്പര്യങ്ങൾക്കനുസരിച്ച് തിരിച്ചുവിടാനും പത്രവാർത്തകളിലൂടെ കഴിയും. ചിലപ്പോൾ ചില വാർത്തകൾ വസ്തുതാപരമാകണമെന്നില്ല. സമൂഹത്തിൽ പൊതുജന അഭിപ്രായത്തെ വഴിതിരിച്ചു വിടാനും സമൂഹത്തെ തെറ്റായി നയിക്കാനും ചില വാർത്തകൾ കാരണമാകാറുണ്ട്.
നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ വച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്താറുണ്ട്. വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ ചില വാർത്തകളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വരികയും ആ വാർത്ത പെട്ടെന്ന് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നു, അത് പെട്ടെന്ന് പരിഹാരത്തിലെത്തുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി അറിയുന്ന കാര്യങ്ങളാണ്. ഇനി രണ്ടാമത് റേഡിയോ, ടെലിവിഷൻ. അപ്പോൾ പത്രങ്ങൾ കഴിഞ്ഞു, അടുത്തെന്താണ്? മാധ്യമങ്ങളിൽ വരുന്നതാണ് റേഡിയോ, ടെലിവിഷൻ എന്നിവ. സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. അപ്പോൾ സാമൂഹിക ജീവിതത്തിൻ്റെ കണ്ണാടി എന്നറിയപ്പെടുന്നതാണ് നമ്മൾ പറയുന്ന റേഡിയോയും ടെലിവിഷനും. പത്രമാധ്യമങ്ങൾ സാമൂഹ്യ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിൻ്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ പത്രങ്ങളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ എന്താണ്? അത് സാക്ഷരരായിട്ടുള്ളവർക്കായ പത്രം വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അറിവ് ഇല്ലാത്തവരെ കൂടി പരിഗണിക്കുന്ന ഒന്നാണ് റേഡിയോയും ടെലിവിഷനും എന്ന് പറയുന്നത്. അപ്പോൾ അത് നിരക്ഷര സമൂഹത്തിൻ്റെ കൂടി ചിന്തകളെയും അറിവുകളെയും പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാരിൻ്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. അപ്പോൾ റേഡിയോ, ടെലിവിഷൻ ഇതൊക്കെ മാധ്യമങ്ങളിൽ വരുന്നതാണ്. ഇനി അടുത്തതാണ് സാമൂഹിക മാധ്യമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയാസ്, നമ്മളിന്ന് കാണുന്ന സോഷ്യൽ മീഡിയകൾ. കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? മുഖ്യധാര മാധ്യമങ്ങളെ പോലെ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കാലിക വാർത്തയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം ലഹരി വിമുക്തം, അതായത് ലഹരിയോട് നോ പറയാം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു വാർത്തയാണ്. അപ്പോൾ വിമുക്തി, ശരീരം പണിമുടക്കാതിരിക്കാൻ ലഹരിയോട് നോ പറയാം. ലഹരി മുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കർമ്മ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട്. അപ്പോൾ ഇത് നമ്മൾ സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന വാർത്തകളാണ്. അപ്പോൾ എല്ലാ പിന്തുണയും, നിരന്തര ബോധവൽക്കരണം അനിവാര്യം, ലഹരി ഉപയോഗത്തിനെതിരെയുള്ള നിയമങ്ങൾ കർശനമാക്കണം. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളാണ്. അപ്പോൾ ഇത് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്ക്. കാലിക പ്രസക്തമായ വാർത്തയുമായ, അപ്പോൾ ഇതൊരു കാലിക പ്രസക്തമായ വാർത്തയാണ്. മുഖ്യധാര മാധ്യമങ്ങളെ പോലെ ഏതൊരു വിഷയത്തിലും പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക മാധ്യമങ്ങൾക്കും ഇന്ന് പ്രമുഖ സ്ഥാനമാണുള്ളത്. നിങ്ങളും ഇത്തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ നടത്താറില്ലേ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റ, അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെ ട്വിറ്റർ, ഇങ്ങനെ തുടങ്ങി നിരവധി സാമൂഹ്യ മാധ്യമങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയാസിൽ വരുന്നത്. അടുത്ത് നമ്മൾ പറയുന്നു, താഴെ നൽകിയിരിക്കുന്ന വാർത്തകൾ വായിക്കൂ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സെപ്റ്റംബർ 1 അവധി. അപ്പോൾ ഇത് ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഒക്കെ ആയിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ വരാം. അപ്പോൾ ഇത് ഫേക്ക് എന്ന് അവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ശരിയായ ഫാക്റ്റ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് എല്ലാ വിദ്യാലയങ്ങൾക്കും നാളെ അവധി ഇല്ല. പ്രചരിക്കുന്നത് വ്യാജ അറിയിപ്പെന്ന് ജില്ലാ കളക്ടർ. നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലയിൽ നാളെ സെപ്റ്റംബർ 1 അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കളക്ടർ വ്യക്തമാക്കി. കനത്ത മഴയെ തുടർന്ന് കോട്ടയം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ സെപ്റ്റംബർ 1 അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന അറിയിപ്പ് വ്യാജമാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ അറിയിച്ചു. മഴ മൂലം ജില്ലയിൽ നാളെ എല്ലാ വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു എന്ന തരത്തിലുള്ള വ്യാജ അറിയിപ്പ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയത്. അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കപ്പെട്ട ഒരു വ്യാജ വാർത്തയും ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന വാർത്താക്കുറിപ്പുമാണ് നമ്മൾ മുകളിൽ വിവരിച്ചത്. ഇത്തരം വ്യാജ വാർത്തകളും സന്ദേശങ്ങളും പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കാനായി നാം എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടത്? അപ്പോൾ നമുക്കറിയാം, ഒരുപാട് ഫേക്ക് ന്യൂസുകൾ മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ ദിനം പ്രതി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ സന്ദേശങ്ങൾ പ്രചരിക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട്
അതിലൊന്നാമത്തേത് വാർത്തകളുടെയും സന്ദേശങ്ങളുടെയും സത്യസന്ധത ഉറപ്പുവരുത്തുന്നതിനായി യഥാർത്ഥ ഉറവിടം കണ്ടെത്തൽ. അപ്പോൾ ഇത് യഥാർത്ഥമാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സത്യസന്ധത ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്തണം. വ്യാജ വാർത്തകളും സന്ദേശങ്ങളുമാണെന്ന് തിരിച്ചറിയുന്ന പക്ഷം അത് മറ്റുള്ളവരുമായി പങ്കിടാതിരിക്കൽ. അപ്പോൾ ഏതെങ്കിലും ഒരു വാർത്ത വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അത് എന്ത് ചെയ്യുക? മറ്റുള്ളവരുമായി പങ്കിടുന്നത് ചെയ്യാൻ നിരോധിക്കണം. ഇനി സൈബർ സെൽ പോലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നാൽ നമ്മൾ സൈബർ സെല്ലിൽ വിവരം അറിയിക്കണം. ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ മീഡിയാസിനെ കുറിച്ച് പറയുന്നത്. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരതയും ഡിജിറ്റൽ സാക്ഷരതയും ആർജിച്ചെടുക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത. അപ്പോൾ എന്താണ് മാധ്യമ സാക്ഷരത എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്താണ് മാധ്യമ സാക്ഷരത എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ മാധ്യമ രൂപങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത എന്ന് പറയുന്നത്. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നതുമെല്ലാം ഇതിലുൾപ്പെടുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത എന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഡിജിറ്റൽ സാക്ഷരത എന്ന് നമുക്കറിയാം. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുള്ള കഴിവിനെയാണ് നമ്മൾ ഡിജിറ്റൽ സാക്ഷരത എന്ന് പറയുന്നത്. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇൻ്റർനെറ്റിൻ്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേറ്റ് ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം, വിമർശനാത്മകമായ വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു. അപ്പോൾ മാധ്യമ സാക്ഷരത അതിന് എന്താ ചെയ്യുന്നത്? അത് ഉള്ളടക്കത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാൽ ഡിജിറ്റൽ സാക്ഷരത ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്തിനൊക്കെയാണ്? ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയുമാണ് അത് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ നവമാധ്യമങ്ങളുടെ പങ്ക് ആണ് നമ്മൾ പഠിച്ചത്. ഇനി രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. എന്താണ്? ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവയുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്ക് അനുകൂലമായ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജന അഭിപ്രായ രൂപീകരണത്തിനായി സംഘടിപ്പിക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടികൾ അവർക്കനുകൂലമായി സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികൾ നമുക്കറിയാം അവർക്ക് അനുകൂലമായിട്ട് സർക്കാരിൻ്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കും. അതിനു വേണ്ട പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യും. പക്ഷെ പ്രതിപക്ഷ പാർട്ടി എന്താ ചെയ്യുന്നത്? ഭരണതലത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുന്നത് ആരാണ്? ഈ പ്രതിപക്ഷ പാർട്ടിയാണ്. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചാരണങ്ങളും ആണ് ആര് ചെയ്യുന്നത്? പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുന്നത്. അധികാരം നേടിയെടുത്ത ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്.
തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കുവാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. ഓരോ പാർട്ടിയും അതിൻ്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്താൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളെ പൊതുകാര്യങ്ങളിൽ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷവും പൊതുപ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുന്നതാണ് പതിവ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിയൊക്കെ അതിര് കടക്കുമ്പോൾ ആരിടപെടും? നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിൽ ഇടപെടും. ഇനി ഇവിടെ പൊതുജന അഭിപ്രായം രൂപീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം, പ്രകടനങ്ങൾ നടത്തും, അതുപോലെ പ്രകടനങ്ങൾ നടത്തും, അതുപോലെ ഈ വീടുകൾ തോറും ഇങ്ങനെ അവരെന്ത് ചെയ്യും, സന്ദർശനങ്ങൾ നടത്തും. അങ്ങനെ വിവിധ അതുപോലെ സമ്മേളനങ്ങൾ, പിന്നെ റാലികൾ, ഇങ്ങനെ വിവിധ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടിയിട്ട് അവർ പല പ്രവർത്തികളും ചെയ്യുന്നുണ്ട്. ഈ രാഷ്ട്രീയ പാർട്ടികൾ വീടാന്തരം കയറി ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നില്ലേ? നമുക്ക് ഇലക്ഷൻ ആകുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതെല്ലാം. ഇനി സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളുമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓർഗനൈസേഷൻസ്. എന്തൊക്കെയാണ്? സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. മതസ്ഥാപനങ്ങൾ, ജാതിമത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹ്യ സ്ഥാപനങ്ങളും സംഘടനകളും എന്നതിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ പറയുന്നത് അഭിപ്രായ വോട്ടെടുപ്പ് എന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. വിദ്യാർത്ഥികൾക്കിടയിൽ ജനാധിപത്യ ബോധവും ഭരണഘടനാ മൂല്യങ്ങളും വളർത്തുന്നതിൽ സ്കൂൾ പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സഹായിക്കുന്നു. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ എന്താണ്? യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, വിയോജിക്കുന്നു, അങ്ങനെയൊക്കെ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇപ്പോളാണ്. അപ്പോൾ ഇനി യോജിക്കുന്നു, ഭാഗികമായി യോജിക്കുന്നു, അങ്ങനെ. അപ്പോൾ യോജിക്കുന്നവർ എത്ര? 65%. അത് ഭാഗികമായി യോജിക്കുന്നവർ 30%, ഇതിനി വിയോജിക്കുന്നവർ 5%, അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പും അതിൻ്റെ ഫലവുമാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായ മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ്. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തിരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്താണ് നമ്മുടെ അഭിപ്രായ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇനി അടുത്തതിൽ വരുന്നതാണ് കലയും സാഹിത്യവും. ദാഹിക്കുന്ന ഭഗനി കൃപാരസമോഹനം കുളിർ തണ്ണീരു താശു നീ ഓമലെ തരു തെല്ലെന്നത് കേട്ടൊരാ മനോഹരി അമ്പരം നോദിനാൾ അല്ലല്ലെന്ത് കഥയിത് കഷ്ടമേ അല്ലലാലങ്ങ് ജാതി മറന്നിതോ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലെഴുമാര്യമാർ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർനാവു വരണ്ടാഹോ ഭീതി വേണ്ട തരികതെനിക്ക് നീ. അപ്പോൾ ഇവിടെ എന്താണ്
ദാഹിക്കുന്ന ഒരാൾ വെള്ളം ചോദിക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹാകവി കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ ചില വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയുമെല്ലാം അതത് കാലത്തെ പൊതുജന അഭിപ്രായം രൂപീകരിക്കപ്പെടുന്നതിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു മഹാകവി കുമാരനാശാൻ്റെ കൃതിയുടെ പേരെന്താണ്? ചണ്ടാല ഭിക്ഷുകി. അപ്പോൾ ഈ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ വരികളാണ് നമ്മൾ പറഞ്ഞത്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി എന്ന് തുടങ്ങുന്ന. അപ്പോൾ ഈ വരികൾ ഏത് കൃതിയിൽ എന്നൊക്കെ ചോദിക്കാം. ഇനി പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്ത് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചവയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണമേനോൻ്റെയും സാഹിത്യരചനകൾ പൊതുജന അഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? നമ്മൾ ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതാത് കാലത്തെ പൊതുജന അഭിപ്രായവുമായി ബന്ധപ്പെട്ടിരിക്കും അല്ലേ. അങ്ങനെയുള്ളതാണ് പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഈ രചനകളൊക്കെ ആ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോൻ്റെയും ഒക്കെ സാഹിത്യരചനകൾ പൊതുജന അഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ്. നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം വളർത്തിയെടുക്കാനും അതുവഴി സാമൂഹിക വിപ്ലവത്തിന് തിരികൊളുത്താനും ഓട്ടംതുള്ളൽ, ചാക്യാർ കൂത്ത് തുടങ്ങിയ കലാരൂപങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വിവിധ കലാരൂപങ്ങളും സാഹിത്യരചനകളുമെല്ലാം നിങ്ങളുടെ അഭിരുചികളെയും താല്പര്യങ്ങളെയും സ്വാധീനിക്കാറില്ലേ? അപ്പോൾ ഇനി എന്താണ്? പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ്. പൊതുജന അഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും. ജനാധിപത്യത്തിൻ്റെ പരിമിതികളെ ശക്തമായ പൊതുജന അഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കും. എന്നാൽ സമൂഹത്തിൽ പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അവ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അപ്പോൾ പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നിരക്ഷരത. അപ്പോൾ എന്താണ് നിരക്ഷരത? പൊതുജന അഭിപ്രായം പ്രകടമാക്കുന്നതിൽ അല്ലെങ്കിൽ രൂപപ്പെടുന്നതിന് തടസ്സമായ ഒരു കാര്യങ്ങളിൽ ഒന്നാമത്തേത് നിരക്ഷരതയാണ്. നിരക്ഷരരായ ജനങ്ങൾക്ക് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നിരക്ഷരരായ ജനങ്ങൾക്ക് എന്താണ് പൊതുപ്രശ്നങ്ങളെക്കുറിച്ച് വലിയ അറിവ്, അവർ നിരക്ഷരാണല്ലോ, അപ്പോൾ വലിയ അറിവൊന്നും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് അവർക്ക് യുക്തിപരമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടത്ര ശേഷി ഉണ്ടായിരിക്കണമെന്നില്ല. ഇനി രണ്ടാമത്തേത് ഡിജിറ്റൽ വിഭജനമാണ്. ഡിജിറ്റൽ വിഭജനം ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിലുണ്ടാകുന്ന വിടവാണ് ഡിജിറ്റൽ വിഭജനം എന്ന് പറയുന്നത്. ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോണ് തുടങ്ങിയ ആധുനിക വിവര സാങ്കേതിക വിദ്യയിലേക്കുള്ള പ്രാപ്യതയിലുണ്ടാകുന്ന വിടവ്. ചില ആൾക്കാർക്ക് ഇതൊന്നും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയത്തില്ല. അതാണ് ഡിജിറ്റൽ വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഫലപ്രദമായ പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് തടസ്സമുണ്ടാക്കുന്നു. ഇനി അടുത്ത് പറയുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അപ്പോൾ ദാരിദ്ര്യം നോക്കുകയാണെങ്കിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനങ്ങൾ എങ്ങനെയാണ്? അവർ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കില്ല. അപ്പോൾ അത് മറ്റൊരു കാരണമാണ്. അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും
അപ്പോൾ അടുത്ത കാരണം എന്താണ്? അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനം. രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യം, ഇത് രണ്ടും നമ്മുടെ ഈ ഒരു പൊതു വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങളും പൊതുജന അഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതം, നമുക്കറിയാം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ എന്താണ് ഇപ്പം കൂടുതലും കാണുന്നത് പക്ഷപാതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ജനങ്ങൾക്കിടയിലെ ധ്രുവീകരണ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ്. ഇനി എന്താണ്? തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ, തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടാകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ആ പ്രചരണം നടത്തുന്ന തെറ്റായ കാര്യങ്ങളൊക്കെ പ്രചരണം നടത്തും. എന്നിട്ട് അവരധികാരത്തിൽ വരുമ്പോഴോ നേരെ വിപരീതമായിരിക്കും. ഇനി തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിനായി നടക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകൾ യഥാർത്ഥ പൊതുജനാഭിപ്രായം പ്രതിഫലിക്കുന്നതിന് തടസ്സമാകാറുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു കാരണമാണ്, തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. ഇവയ്ക്ക് പുറമെ അഴിമതിയും പ്രാദേശികവാദവും മറ്റ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താല്പര്യങ്ങളും വ്യക്തി ആരാധനയുമെല്ലാം യഥാർത്ഥ പൊതുജനാഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം അഴിമതിയുണ്ട്, അതുപോലെ പ്രാദേശികവാദം, മറ്റ് സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയത, താല്പര്യങ്ങളും വ്യക്തി ആരാധനയുമെല്ലാം പൊതുജനാഭിപ്രായത്തെ ഹനിക്കുന്ന ഘടകങ്ങളാണ്. ഇനി ഇവിടെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? അപ്പോൾ ഇത്രയാണ് നമ്മളിവിടെ പറഞ്ഞത്. മുകളിൽ നമ്മൾ പറഞ്ഞത് അതൊക്കെ നിരക്ഷരതയും അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ വിഭജനം, പിന്നെ ദാരിദ്ര്യം, അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളിലെ ജനാധിപത്യ രാഹിത്യവും തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തെ തെറ്റായ പ്രവണതകളും അഴിമതിയും, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങളാണ്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം. അപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണ് ജനാധിപത്യം. ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിൻ്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, താല്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സർക്കാരുകൾ നയങ്ങളും പരിപാടികളും ഒക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ജനങ്ങളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ ശരിക്കും ജനാധിപത്യത്തിൽ നമ്മൾ ജനങ്ങൾ ആണ് എന്ത് ചെയ്യുന്നത്? ഭരണാധിപന്മാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കും. അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജന അഭിപ്രായം കൊണ്ട് സാധിക്കും. അങ്ങനെയൊരു സമൂഹത്തിൽ പൗരരുടെ അവകാശങ്ങളെയും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തം ഉള്ളവരാക്കി തീർക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം എന്താണ്? സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടാൻ കഴിയും, അല്ലേ? പൊതുജനങ്ങൾ അവരെ അഭിപ്രായങ്ങൾ പറയുന്നു, അവർ ഓരോ കാര്യങ്ങളും എതിർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ സ്വേച്ഛാധിപത്യം ഉണ്ടാവത്തില്ല, അവിടെ ഏകാധിപത്യ പ്രവണതകൾ ഉണ്ടാകത്തില്ല, അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും അത് രാഷ്ട്രീയ പാർട്ടികളെ ഉത്തരവാദിത്തമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. അപ്പോൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും പൊതുജനങ്ങൾ എന്ത് ചെയ്യുന്നു? അവരഭിപ്രായം പറയുന്നു. അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാകും. അവർ വിമർശിക്കുമ്പോൾ, അവരെ വിലയിരുത്തപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഉത്തരവാദിത്തമുള്ളവരായി തീരുന്നു.
ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായമെന്ന നിലയ്ക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിലെ പൊതുജനാഭിപ്രായം മുഖ്യ പങ്ക് വഹിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് 10ാം ക്ലാസ്സിലെ ന്യൂ സിലബസ് പ്രകാരമുള്ള ഫസ്റ്റ് പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക, എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ താങ്ക് യു.